256 GB iPhone 13 റീഫർബിഷ്ഡ് എനിക്ക് കിട്ടിയത് 25,000 രൂപയ്ക്ക്. ഓപ്പൺ ബോക്സ് DJI Mic Mini 2 എനിക്ക് കിട്ടിയത് 4,000 രൂപയ്ക്ക്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ആമസോണിൽ 9,000 രൂപയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആങ്കറിൻ്റെ 3-in-1 വയർലെസ് ചാർജർ. ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ഏകദേശം 12,000 രൂപ വിലയുള്ള ഈ ചാർജർ എനിക്ക് കിട്ടിയത് 4,000 രൂപയ്ക്ക് വിത്ത് 1 ഇയർ വാറണ്ടി. ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത് ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്, eBay. ഐഫോൺ എങ്ങനെയാണ് ഞാൻ eBayയിൽ നിന്ന് വാങ്ങിച്ചത്, അതിൻ്റെ കണ്ടീഷനൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻസിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലിയും വന്ന മെസ്സേജുകളിൽ കുറേ പേര് ചോദിച്ചത് എങ്ങനെയാണ് ഈ സാധനങ്ങൾ eBayയിൽ നിന്ന്, ജെനുവിൻ പ്രോഡക്റ്റ് ജെനുവിൻ സെല്ലറുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് eBayയിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് eBayയിൽ നിന്ന് ഒരു സാധനം സ്കാമും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് ജെനുവിൻ സാധനം എങ്ങനെ eBayയിൽ നിന്ന് മേടിക്കാം എന്നുള്ളതാണ്. eBayയിൽ പോയി ഒരു സാധനം സെർച്ച് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്ത് സാധനമാണ് വേണ്ടത് എന്നുള്ളത് നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഐഫോൺ സെർച്ച് ചെയ്താണ് പോകുന്നത് എങ്കിൽ നമുക്ക് ഐഫോൺ ഏത് മോഡലാണ് വേണ്ടിയത്, അത് എത്ര GB ആണ് വേണ്ടിയത് എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ക്ലിയർ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് ഫുള്ള് ഇ സിം വരുന്നതാണോ അതോ പ്രൈവറ്റ് ഫിസിക്കൽ സിമ്മും കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണോ വേണ്ടത്, അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്ക് ഏത് വെർഷനാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ക്ലിയർ ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് eBayയിൽ നിന്ന് കറക്റ്റായിട്ട് ആ ഒരു സാധനം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ജസ്റ്റ് പോയി ഒരു ഐഫോണും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല കണ്ടീഷനുള്ള പല മോഡലുകൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും വരുന്നത്. അതിൽ നിന്ന് സോർട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. സോ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു മോഡൽ കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് ഏത് മോഡലാണ് വേണ്ടിയത് എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ iPhone 13 256 GB ആണ് എനിക്ക് വേണ്ടത് എങ്കിൽ ആ ഒരു സ്പെസിഫിക് മോഡലായിരിക്കണം നമ്മൾ eBayയിൽ സെർച്ച് ചെയ്യുന്നത്. വൺസ് നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളത് എവിടെ നിന്ന് വാങ്ങിക്കും. eBayയുടെ കേസിൽ eBayക്ക് ഡൊമസ്റ്റിക് സൈറ്റുകളും ഉണ്ട്, ഇൻ്റർനാഷണൽ സൈറ്റും ഉണ്ട്. ഇപ്പോൾ eBay UK എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്, eBay ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ പല റീജിയൻസിൽ eBay അവൈലബിൾ ആണ്. അതെല്ലാം ഡൊമസ്റ്റിക് സൈറ്റാണ്. പ്ലസ് ഇൻ്റർനാഷണൽ ഉണ്ട്, ebay.com. അപ്പോൾ eBay ഡൊമസ്റ്റിക് സൈറ്റ് അവൈലബിൾ അല്ലാത്തിടത്ത് നമുക്ക് ഇൻ്റർനാഷണലിൽ നിന്ന് വേണമെങ്കിൽ ebay.com നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പക്ഷേ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി, അതിൻ്റെ ടാക്സ് കാര്യങ്ങളും എല്ലാം വരും. പക്ഷേ ഇതല്ലാതെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് eBay ഇൻ്റർനാഷണലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. eBay ഇൻ്റർനാഷണലിൽ നിന്ന് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ OLX, മാർക്കറ്റ് പ്ലേസ്, പിന്നെ കാഷിഫൈ, അങ്ങനെ കുറേ വെബ്സൈറ്റുകളും അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. ഞാൻ eBayയിൽ നിന്ന് മാത്രമല്ല യൂസ്ഡ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഞാൻ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വേറൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. അത് നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ഒരു സെർച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് ജെനുവിൻ പ്രോഡക്ട്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിലൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാക്ബുക്ക് M1 Air ആണിത്, 2020 മോഡൽ. ഇത് ഞാൻ ഏകദേശം ഒരു 1.5 വർഷം മുൻപാണ് ഞാനിത് വാങ്ങിച്ചത്. 1.5 വർഷം മുൻപ് ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം 27,000 രൂപ ആ പൈസയ്ക്കാണ് എനിക്ക് ഇത് കിട്ടിയത്. ഇപ്പോഴും ഇതിന് 87% ചാർജുണ്ട്, ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 92% ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് മാർക്കറ്റ് പ്ലേസിൽ നോക്കേണ്ടതെന്നുള്ളത്. eBayയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 ടൈപ്പ് സെല്ലേഴ്സ് ഉണ്ട്. ഒന്ന് പ്രൈവറ്റ് സെല്ലേഴ്സും ഉണ്ട്, ഒന്ന് ബിസിനസ് സെല്ലേഴ്സും ഉണ്ട്. ബിസിനസ് സെല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഒരു ഷോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടായിട്ട് അവർ eBay വഴി സെല്ല് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ മീഷോയിലൊക്കെ സെല്ല് ചെയ്യുന്നത് പോലെ തന്നെ eBay വഴി സെല്ല് ചെയ്യുന്നുണ്ടാവും. അതാണ് ബിസിനസ്. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഉണ്ട്. പ്രൈവറ്റ് സെല്ലേഴ്സ് എന്ന് പറയുന്നതാണ് ഇൻഡിവിജ്വൽ ആൾക്കാർ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇങ്ങനെ സെല്ല് ചെയ്യും, നമ്മൾ OLXലൊക്കെ സെല്ല് ചെയ്യുന്നത് പോലെ തന്നെ. ഇനി അതുപോലെ നമുക്കിതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് ഇതിനകത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ eBayയിലോട്ട് വരുവാണെങ്കിൽ പല കണ്ടീഷനിലുള്ള ഫോണുകൾ നമുക്കിതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ന്യൂ എന്ന് പറയുന്നതാണ് ഈ ബ്രാൻഡ് ന്യൂ ഐറ്റംസ്. പിന്നെ ഓപ്പൺ നെവർ യൂസ്ഡ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്. അതായത് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ DJI Mic Mini 2 ഞാൻ വാങ്ങിച്ചത് ഈ ഓപ്പൺ നെവർ യൂസ്ഡ് കണ്ടീഷനാണ്. അതുകൊണ്ട് അത് അടിപൊളി കണ്ടീഷനിലാണ് എനിക്ക് കിട്ടിയത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സർട്ടിഫൈഡ് റീഫർബിഷ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അത് സ്ക്രാച്ച് ഒന്നും കാണത്തില്ല, ഓൾമോസ്റ്റ് ന്യൂ എന്ന് തന്നെ പറയാം. സർട്ടിഫൈഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമുക്കൊരു പുതിയ സാധനം കിട്ടുന്നത് ഏകദേശം അത്രയും നല്ല കണ്ടീഷനിലായിരിക്കും അത് കിട്ടുന്നത്. അത് വിത്ത് വാറണ്ടി, പ്രൊഫഷണലി അവരത് റീഫർബിഷ് ചെയ്തിട്ടുള്ളതായിരിക്കും. അങ്ങനെ പെർഫെക്റ്റ്, ഓൾമോസ്റ്റ് ഒരു പുതിയ സാധനം വാങ്ങിക്കുന്നത് പോലെ തന്നെ കിട്ടും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പുതിയ സാധനം പോലെ നമുക്ക് സാധനം കിട്ടുമ്പോൾ പുതിയതുപോലെ തന്നെ വിലയും വരും. വളരെ കുറച്ച് വിലയിൽ മാത്രം കുറവേ വരത്തുള്ളൂ, അങ്ങനെയായിരിക്കും കിട്ടുന്നത്. ദെൻ എക്സലൻറ്റ് റീഫർബിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷനുണ്ട്. ഇതും
സർട്ടിഫൈഡ് റീഫർബിഷ്ഡ് പോലെ തന്നെയാണ് വരുന്നത്, വിത്ത് വാറൻറ്റിയാണ് ഇതും വരുന്നത്. പക്ഷേ സർട്ടിഫൈഡിൻ്റെ അത്രയും പെർഫെക്റ്റ് കണ്ടീഷൻ ആയിരിക്കത്തില്ല. ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളുമൊക്കെ, ചിലപ്പോൾ ഒരു ഹെയർ ലൈൻ തിക്നെസ്സിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും, എങ്കിലും ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. eBayയിൽ ഇപ്പോൾ ആദ്യം കാണുന്ന ആഡിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ പേജ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നെക്സസ് ഇന്നോവേഷൻസ് എന്ന് പറയുന്നതാണ് ഈ iPhone 13 ലിസ്റ്റ് ചെയ്തേക്കുന്ന സെല്ലർ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതൊരു ബിസിനസ്സാണ്. നേരത്തെ പ്രൈവറ്റും ബിസിനസ് സെല്ലേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു, ഇതൊരു ബിസിനസ്സാണ്. ഇനി ആ സെല്ലറിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈലിലേക്ക് പോകും. ഇതിനകത്ത് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ പറ്റും. അതായത് എത്രത്തോളം പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. ഇതിപ്പോൾ 99.5% പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. അതുപോലെ അവർ മൊത്തം സെല്ല് ചെയ്തിട്ടുള്ള ഐറ്റംസ് 4000 ഐറ്റംസ് സെല്ല് ചെയ്തിട്ടുണ്ട്. 298 പേര് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എബൌട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള സെല്ലറാണ്, എത്ര നാളായിട്ട് അവർ eBayയിൽ സെല്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിപ്പോൾ 2025 ഫെബ്രുവരിയിലാണ് സെല്ലർ eBay വഴി സെല്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അവരുടെ ബിസിനസ് ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്സും കാര്യങ്ങളും വാറ്റ് നമ്പരും അങ്ങനെയുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബയ്യേഴ്സ് അവർ ഇട്ടിട്ടുള്ള ഫീഡ്ബാക്കുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാൻ പറ്റും. അവരുടെ ഷോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവർ നേരത്തെ വേറെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഫോണുകൾ ഏതൊക്കെയാണെന്നും എല്ലാം കാണാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ബേസിക്കലി നോക്കുന്നത് എത്രത്തോളം ഐറ്റംസ് അവർ ഓൾറെഡി സെല്ല് ചെയ്തിട്ടുണ്ട്, അതിൽ എത്രത്തോളം ഐറ്റംസിൻ്റെ പോസിറ്റീവ് ഫീഡ്ബാക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നോക്കുന്നത് ഇതൊരു റിലയബിൾ ആയിട്ടുള്ളൊരു സെല്ലറാണോ അതോ സ്കാമർ വല്ലതും ആണോ, റീസെൻ്റ് ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്. ചില സെല്ലേഴ്സൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് eBayയിൽ സെല്ല് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് 99.9 അല്ലെങ്കിൽ 99% മുകളിൽ പോസിറ്റീവ് ഫീഡ്ബാക്കുകളും കൊടുത്തിട്ടുണ്ടാവും. 10,000 20,000 ഐറ്റംസ് ഒക്കെ സെല്ല് ചെയ്തിട്ടുള്ളതായിരിക്കും. അതൊക്കെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സെല്ലേഴ്സാണ്, അവരുടെയും നമുക്ക് വാങ്ങിക്കാം. ഇത് ബിസിനസ്സിൻ്റെ കേസിലാണ്. പ്രൈവറ്റ് സെല്ലേഴ്സ് ആണെങ്കിൽ ഇത്രയധികം ഐറ്റംസ് ഒന്നും അവർ അവരുടെ പേജിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല, കുറച്ച് ഐറ്റംസ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ സ്റ്റിൽ പോസിറ്റീവ് ഫീഡ്ബാക്കും ബാക്കി കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടാവും. റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊഫൈലുകളാണ്, അതിനകത്ത് നിന്ന് അധികം പ്രൊഡക്ട്സ് ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല, ഒരുപാട് ഫീഡ്ബാക്കുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള പ്രൊഫൈലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെല്ലേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗ്ഗം. ഞാൻ അങ്ങനെയുള്ള സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറില്ല. ഇപ്പോൾ നമ്മൾ സെല്ലറിൻ്റെ പ്രൊഫൈൽ നോക്കി, സെല്ലർ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആകെ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, കഴിഞ്ഞ 1 വർഷമായിട്ടേ ഉള്ളൂ അവർ സെല്ല് ചെയ്ത് തുടങ്ങിയിട്ട്. ബട്ട് സ്റ്റിൽ അതൊരു ബിസിനസ്സാണ്, അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 99.5% പോസിറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്. ഏകദേശം 4000 ഐറ്റംസ് സെല്ല് ചെയ്തിട്ടുണ്ട്. യെസ്, ATA ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെല്ലറിൻ്റെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 256 GB ഒരു ബ്ലാക്ക് കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അവരുടെ കയ്യിൽ. ഇപ്പോൾ ഈ സെല്ലറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ 15,000 ഐറ്റംസ് സെല്ല് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2200 ഫോളോവേഴ്സ് ഉണ്ട്. 99.9% ഇതിനകത്ത് പോസിറ്റീവ് ഫീഡ്ബാക്കാണുള്ളത്. 2012 തൊട്ട് ഇവർ സെല്ല് ചെയ്യുന്നുണ്ട്. സോ ഇത് നല്ലതായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെല്ലറാണ്. ഞാൻ എൻ്റെ iPhone 13 വാങ്ങിച്ചത് ഈ ATA ഗ്ലോബൽ എന്ന് പറഞ്ഞ സെല്ലർ എടുത്തുനിന്നാണ്. ഇനി നമ്മൾക്ക് വീണ്ടും ഇപ്പോൾ തിരിച്ച് ഈ ഐഫോണിൻ്റെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് ഇവിടെ 10% ഓഫ് ഉണ്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ തന്നെ പറയുന്നുണ്ട് റീഫർബിഷ്ഡ് ഓൺ eBay എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സലൻറ്റ് കണ്ടീഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഇത് അൺലോക്ക്ഡ് ഫോൺ ആണെന്ന് പറയുന്നുണ്ട്. സോ നെറ്റ്വർക്ക് ലോക്കും കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. ഇനി നമ്മൾ സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ക്ലിക്ക് ആൻഡ് കളക്റ്റ് വേണമെങ്കിൽ ഓപ്ഷനായിട്ടുണ്ട്. അതല്ലെങ്കിൽ അവർ പോസ്റ്റ് ചെയ്ത് തരും. നമുക്ക് വേണമെങ്കിൽ പോയി വാങ്ങിക്കാം. നമ്മളിത് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ തരും. നമുക്ക് വേണമെങ്കിൽ പോയി കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ഫ്രീ ഡെലിവറിയാണ്, അടുത്ത ദിവസം കിട്ടും. എത്ര ദിവസം റിട്ടേൺ ഉണ്ട്, 30 days റിട്ടേൺ ഉണ്ട്. ഇതെല്ലാം ആമസോണിലുള്ളത് പോലെ തന്നെ. ഇതിനകത്ത് നമുക്കിനി എങ്ങനെ ഇത് വിശ്വസിച്ച് വാങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പ് വിത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ റീഫർബിഷ്ഡ് ആണ് എന്നുള്ളത് ഇവരിവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ 1 year ഗ്യാരൻറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ eBayയുടെ പ്രീമിയം സർവീസും ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഇങ്ങോട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. ഇപ്പോൾ വാറൻറ്റി തരുന്നതുകൊണ്ട് നമുക്കിതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. ആൻഡ് പ്ലസ് ഈ ഫോണിനകത്ത് ചാർജർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്യാരൻറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇതിൻ്റെ കണ്ടീഷനും ബാക്കി ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഐറ്റം സ്പെസിഫിക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് റീഫർബിഷ്ഡ് ആണ്. എക്സലൻറ്റ് റീഫർബിഷ്ഡ് എന്താണെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചെറുതായിട്ടുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ജനറൽ പാക്കിങ്ങിലായിരിക്കും ഇവിടെ വരുന്നത്.
ഒറിജിനൽ പാക്കിങ്ങിലായിരിക്കത്തില്ല, പക്ഷേ സ്റ്റിൽ എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്, പെർഫെക്റ്റ് കണ്ടീഷനിലാണ് വരുന്നത്. പിന്നെ സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 128 GB എന്നായിരിക്കും കൊടുത്തേക്കുന്നത്. പക്ഷേ ഇത് പ്രശ്നമില്ല, കാരണം ഇവർ ഒരുപാട് ഫോണുകൾ ഇവരുടെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ചൂസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ താഴെ 128 എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എന്താണോ സെലക്ട് ചെയ്യുന്നത് അത് വെച്ചിട്ടായിരിക്കും ഓർഡർ പ്ലേസ് ആവുന്നത്. എന്നിട്ട് പ്രൈവറ്റ് സെല്ലേഴ്സ് മിക്കവാറും എല്ലായ്പ്പോഴും യൂസ്ഡ് എന്നുള്ള കാറ്റഗറിയിലായിരിക്കും ആ കണ്ടീഷൻ മാർക്ക് ചെയ്തേക്കുന്നത് ഫോണിൻ്റെ. അപ്പോൾ നമുക്ക് യൂസ്ഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നോക്കാം. യെസ്, ഇതെനിക്ക് കണ്ടിട്ട് ഒരു പുതിയ ന്യൂ ലിസ്റ്റിങ്ങിന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സമയത്ത് അവിടെ എപ്പോഴോ ആണ് ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു സെല്ലർ അധികം ഓർഡറൊന്നും പ്രോസസ്സ് ചെയ്തിട്ടില്ല. ഈ സെല്ലറും ഇത് സെക്കൻഡ് കാണുന്നതും അതുപോലെ തന്നെയാണ്. സോ ഇത് 2 പ്രൈവറ്റ് സെല്ലേഴ്സ് ആവാനാണ് ചാൻസ്. യെസ്, നമ്മളിപ്പോൾ ആ പേജിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നേരത്തെ ബിസിനസ് ഉണ്ടായിരുന്ന ഉള്ളിടത്ത് ഇവിടെ ഇപ്പോൾ പ്രൈവറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ എക്സാക്റ്റ് ഫോട്ടോയും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം. യെസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കറക്റ്റായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ വായിച്ച് നോക്കിയിട്ടേ സാധനം വാങ്ങിക്കാവൂ. ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് കംപ്ലീറ്റ് സ്പൈഡർമാൻ പോലെ മൊത്തം, സ്പൈഡർമാൻ്റെ വല പോലെ ഇവിടെ മൊത്തം പൊട്ടി ചിന്നി തകർന്ന് ഇരിപ്പുണ്ട്. എല്ലാ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അൺലോക്ക്ഡ് ആണ്, 167 പൗണ്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബിസിനസ് ആയിരുന്ന സമയത്ത് അവരിവിടെ റീഫർബിഷ്ഡ് ആണ്, അതിൻ്റെ വാറൻറ്റി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൈവറ്റ് സെല്ലർ ആകുമ്പോൾ അവരിതിനകത്ത് കറക്റ്റായിട്ട് ഫോണിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. 77% മാത്രമേ ബാറ്ററി ഹെൽത്ത് ഉള്ളൂ, അതുപോലെ ബാക്ക് സൈഡ് ക്രാക്ക് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, വേറെ റിപ്പയർ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ സെല്ലറുടെ പ്രൊഫൈലിൽ വേണമെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം. പ്രൈവറ്റ് സെല്ലറാണ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ സെല്ലർ നേരത്തെ വേറെ സാധനങ്ങൾ വിറ്റിട്ടുള്ളതായിട്ട് ഇതിൽ കാണിക്കുന്നില്ല. ആക്റ്റീവ് ലിസ്റ്റിങ് ഒന്നുമില്ല, ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ഒരു ഫോണിന് 91% ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ഇതിനകത്ത് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ സൈഡിലൊക്കെ ചെറിയ ഡാമേജുകളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട് ഡിസ്പ്ലേ വലിയ കുഴപ്പമില്ല. 91% ബാറ്ററി ഉണ്ട്. ചിലപ്പോൾ റീപ്ലേസ്ഡ് ആയിരിക്കും. iPhone 13 നിന്ന് 91%-ന് പുതിയ ഫോൺ നമുക്ക് കിട്ടത്തില്ല. ഇതും പ്രൈവറ്റ് സെല്ലറാണ്. ആൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതുവഴി സെല്ല് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇതിനകത്ത് ഇപ്പം കൺട്രോളർ, പ്ലേ സ്റ്റേഷൻ്റെ കൺട്രോളർ, ഗെയിം, കാറ്, അങ്ങനെ പല സാധനങ്ങളൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ജെന്യുവിനായിട്ടുള്ളൊരു പ്രൊഫൈലാണെന്ന് തോന്നുന്നുണ്ട്. 100% പോസിറ്റീവ് ഫീഡ്ബാക്കുമാണ് 42 ഐറ്റം സെല്ല് ചെയ്തത്. ഇത് അത്യാവശ്യം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സെല്ലറാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഫോണ് ഈ കണ്ടീഷനിലായിരിക്കും കിട്ടുന്നത്, സ്ക്രാച്ചൊക്കെ ഉള്ളതാണ്. പേഴ്സണലി എനിക്ക് ഇത് അത്ര നല്ലൊരു ഡീലായിട്ട് തോന്നുന്നില്ല. കാരണം iPhone 13 128 GB ആണ് നമുക്ക് ഈ സൈഡിൽ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് 182 പൗണ്ടിന് കിട്ടുന്നത്. ആമസോണിൽ നമുക്കൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാം. പക്ഷേ eBayയിൽ അങ്ങനെ പറ്റത്തില്ല. നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ റിക്വസ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പൈസ കൊടുത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കിട്ടും. സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവർ റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പ്രൈവറ്റ് സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഫോണുകൾക്ക് റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് നമുക്കിത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇതൊരു പ്രൈവറ്റ് സെല്ലർ ഇട്ടേക്കുന്ന ആഡാണ്. ഇതിനകത്ത് നമുക്ക് ബൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആമസോണിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഡയറക്റ്റ് അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുവാണ്. അതല്ല എങ്കിൽ മേക്ക് ആൻ ഓഫർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നത് പോലെയാണ്. അതായത് ഇപ്പോൾ 156 പൗണ്ടിനാണ് ഈ ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കുന്നത്, ഓർ ബെസ്റ്റ് ഓഫർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു 140 പൗണ്ട്, ഒരു 14,000 രൂപ 13,000 രൂപയ്ക്കൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈസ് ഇവിടെ മേക്ക് ആൻ ഓഫർ എന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടെ നമുക്കൊരു ഓഫർ സെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു 120 ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 3 ഓഫർ വരെ നമുക്ക് അയക്കാൻ പറ്റും. ഇനി ചില കേസിൽ നമുക്ക് ഇവിടെ ബിഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ വരും. അതായത് നമ്മൾ ഈ ഐഫോൺ സെർച്ച് ചെയ്ത പേജിലേക്ക് തിരിച്ച് പോയിട്ട് ഇപ്പോൾ ഓൾ എന്നുള്ളതാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഓപ്ഷനിൽ നമുക്കിങ്ങനെ എടുക്കാം. ഇപ്പോൾ ഇതൊരു ഓപ്ഷൻ വന്നിട്ടുള്ള ഫോണാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലേലം വിളിക്കുന്നത് പോലെ തന്നെയാണ്. അതാണ് നമുക്കിവിടെ ബിഡ് സബ്മിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 5 ദിവസം 22 മണിക്കൂറിനുള്ളിൽ ഈ ബിഡ് ക്ലോസ് ആവും.
ബൈ നോ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് 190 പൗണ്ടിന് നമുക്ക് ഈ ഫോൺ വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബിഡ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നത് 135 നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ബിഡ് 140 വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ ബിഡ് നമുക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വേറെ ആരെങ്കിലും ബിഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കായിരിക്കും ഈ 5 ദിവസം കഴിയുമ്പോൾ അവരുടേതാണ് ടോപ്പിൽ വരുന്ന ബിഡെങ്കിൽ അവർക്ക് കിട്ടും, അല്ല നമ്മുടേതാണെങ്കിൽ നമുക്ക് കിട്ടും. ബട്ട് ഓക്കെ, നമുക്ക് eBay.com അല്ലെങ്കിൽ eBay ഇൻ്റർനാഷണലിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് സാധനങ്ങൾ പ്ലേസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് സൈറ്റ് അല്ല, ഇൻ്റർനാഷണലി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഷിപ്പിംഗ് ചാർജ് നോക്കുക, എത്ര ഡോളർ ആവും എന്ന് നോക്കുക. ഇത് $100 അടുപ്പിച്ചാണ് ഇത് കാണിക്കുന്നത്. ഇത് ഏകദേശം 10,000 രൂപ അടുപ്പിച്ച്, ഒരു 7,000-8,000 രൂപ അടുപ്പിച്ച് ഇത് ഷിപ്പിംഗ് ചാർജ് മാത്രം ആവുന്നുണ്ട്. ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കൂടുതലായിട്ടുള്ളത് കാണാം. ഇവർ കസ്റ്റംസിൻ്റെയും ബാക്കി ടാക്സും കാര്യങ്ങളൊക്കെ ഇതിൽ ചാർജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാണിക്കാം. ഡെലിവറി ടു ഇന്ത്യ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഷിപ്പ് ചെയ്യുന്നതിന് മാത്രം $98. ഇമ്പോർട്ട് ഫീസ് ഉണ്ടോ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ട് ഫീസ് മേ അപ്ലൈ ഓൺ ഡെലിവറി. ഇനി ഇൻ കേസ് നിങ്ങൾ eBay ഇൻ്റർനാഷണലിൽ നിന്ന് ഒരു ഫോൺ നോക്കുന്നുണ്ട്, അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഒരു ഏകദേശം എത്ര രൂപ ഇതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരും എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ആവറേജ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കാൽക്കുലേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സൈറ്റാണ് ഇത്. simplyduty.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഇപ്പോൾ ഷിപ്പ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് eBayയുടെ പേജിൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇമ്പോർട്ടിങ് ഫ്രം വിച്ച് കൺട്രി എന്നുള്ളതെല്ലാം നമുക്ക് അതിനകത്ത് കിട്ടും. ലൊക്കേറ്റഡ് ഇൻ ലോസ് ഏഞ്ചലസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് ചിലപ്പോൾ ചൈന ആയിരിക്കാം, വേറെ ഏതെങ്കിലും കൺട്രി ആയിരിക്കാം. ഇപ്പോൾ നമുക്കിവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് അതിനകത്തുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് പറയുന്നത് 238 വിത്ത് കൂപ്പൺ കോഡ് നമുക്ക് 202 കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് 202 തന്നെ ഫോണിൻ്റെ കോസ്റ്റായിട്ട് കൊടുക്കാം. ഷിപ്പിംഗ് കോസ്റ്റ് എത്ര ആണെന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷിപ്പിംഗ് കോസ്റ്റ് 98 പറഞ്ഞേക്കുന്നത് ഈ ഒരു സാധനത്തിൻ്റെ. അപ്പോൾ 98 അവിടെ കൊടുത്തു, ഇൻഷുറൻസ് ഇല്ല. ഇനി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് ഡ്യൂട്ടി എന്ന് പറയുന്നത് 3,900 രൂപ വരുന്നുണ്ട്. പിന്നെ ടാക്സ് 4,200 വരുന്നുണ്ട്. ടോട്ടൽ 8,114 രൂപ നമുക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ്, അതായത് ഈ ഒരു സാധനം നമുക്ക് $200 US നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുവാണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 37,000 രൂപയാണ്. ഇത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു കാൽക്കുലേഷൻ മാത്രമാണ്, എക്സാക്റ്റ് എമൗണ്ട് അല്ല, ഒരു ആവറേജ് കാൽക്കുലേഷൻ മാത്രമാണ്. ഇതിൽ കൂടാനാണ് ചാൻസ്. eBay പോലെ നല്ല അടിപൊളിയായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും. അതിനകത്ത് നിന്ന് എങ്ങനെ നല്ല സാധനങ്ങൾ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് eBay കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറേ ഡിഫറൻ്റ് ആണ്. കാരണം അതിനകത്ത് ഇങ്ങനെ സെല്ലറിൻ്റെ റേറ്റിംഗ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സോ വേറെ മെത്തേഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.